എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഒരു കോഫീൻ്റെ സോപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നൊന്നായിട്ട് കൂട്ടുകാരെ പരിചയപ്പെടുത്താം. ഞാൻ ഗോഡ് മിൽക്കിൻ്റെ ഒരു ബേസിലാണ് ഇന്ന് സോപ്പ് ചെയ്യുന്നത്. അതിനായിട്ട് സമയം വളരെ നീണ്ടു പോകാതിരിക്കാൻ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് രണ്ട് പാത്രത്തിലായിട്ട് വെച്ചേക്കാണ്. ഒന്ന് വൈറ്റ് കളറിലും ഒന്ന് കോഫി കളറിലും, രണ്ട് കളറിലാണ് ഇന്ന് സോപ്പ് ചെയ്യുന്നത്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് രണ്ട് കളർ ചെയ്യുന്നത്. ഇതിനകത്തേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നൊന്നായിട്ട് പരിചയപ്പെടുത്താം. ഇത് ഷിയ ബട്ടർ ആണ്, അതായത് സ്കിന്നിന് ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട്, ഒരു മോയ്സ്ചറൈസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ചിലർക്ക് സ്കിൻ ഡ്രൈ ആയിട്ടിരിക്കുക, അങ്ങനെയുള്ളവർക്ക് ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ കോഫിക്ക് മെയിൻ ആയിട്ട് ചെയ്യുന്നത് കോഫി പൗഡർ ചേർത്തിട്ട്, അതായത് ഒരു സ്ക്രബ് ടൈപ്പിലൊരു സോപ്പാണ്, ഒരു വെറൈറ്റി സോപ്പാണ് ചെയ്യുന്നത്. എന്നിട്ട് കോഫീൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ചേർത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, ഞാൻ ഇതിനകത്തേക്ക് ഒരു കുങ്കുമാതി ഓയിൽ ചേർത്തിട്ടാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സോപ്പ്. കുങ്കുമാതി ഓയിൽ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നതാണ്. കുങ്കുമപ്പൂ ഇട്ടിട്ട് ഓയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിനകത്ത് രാമച്ചം ചേർത്തിട്ടുണ്ട്. രാമച്ചം ചേർത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിയർപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് രാമച്ചം വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ കുങ്കുമപ്പൂ ഒരു ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും, രാമച്ചം ഒരു സ്കിന്നിന്, അതായത് വിയർപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് സ്മെല്ല് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഞാൻ ചേർത്തൊരു ഓയിൽ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ വൈറ്റമിൻ ഇ ഓയിലാണ്, ഞാൻ വലിയ ബോട്ടിലാണ് വാങ്ങിയിരുന്നത്, കഴിയാറായിട്ടുണ്ട്. വൈറ്റമിൻ ഇ ഓയിലാണ്. അത് നമ്മൾ സോപ്പിലേക്ക് ചേർക്കുന്നത് ഒരു ഷെൽഫ് ടൈം, അതായത് നമ്മൾ സോപ്പ് ഉണ്ടാക്കി വെച്ച് ഒരു കുറച്ച് സമയം നമുക്ക് ഒരു 6 മാസം ഒക്കെ ഇരിക്കുമ്പോൾ സോപ്പ്, അതായത് ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റമിൻ ഇ ഓയിൽ ചേർക്കുന്നത്. പിന്നെ അല്ലാതെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്, ഇന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സോപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ ഗണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ ഹീറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് സാധാരണ വീട്ടമ്മമാർക്ക് ഒരു സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു അതായത് ഇങ്ങനെ ഒരു ബേസ് വാങ്ങിക്കാൻ കിട്ടും. രണ്ട് ടൈപ്പ് ബേസാണ് കിട്ടുന്നത്. ഒന്ന് ഗോഡ് മിൽക്ക് ബേസാണ് ഞാൻ ചെയ്തേക്കുന്നത്, മറ്റൊന്ന് ഗ്ലിസറിൻ ബേസാണ്. അതായത് ഇത് കെമിക്കൽ ഷോപ്പിൽ, എവിടെയും എല്ലാ ഷോപ്പിലും കിട്ടില്ല, കെമിക്കൽ ഷോപ്പിലാണ് ഇത് കിട്ടുന്നത്. ഇത് വാങ്ങി നമുക്ക് വീട്ടിൽ തന്നെ ഒരു സോപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നത്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ഷിയ ബട്ടർ ഉണ്ട്, അല്പം ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. ഗ്ലിസറിൻ എടുത്തേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ക്രീമി ടൈപ്പിലാണ്, ഒരു ക്രീം പോലെ, അതായത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു സോപ്പിന്റെ ഒരു പത ഇതിന് കിട്ടത്തില്ല. അതിനാണ് ഞാൻ എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് അല്പം ഗ്ലിസറിൻ ചേർക്കുന്നത്. ഹണി ചേർക്കുന്നത് നല്ലതാണ്. അപ്പൊ ഹണി ഞാൻ ഇതിനകത്ത് ഒഴിവാക്കിയത് ഈ കുങ്കുമപ്പൂവിന്റെ ഓയിൽ ചേർക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതിനകത്തേക്ക് ഒരുപാട് വാട്ടർ കണ്ടന്റ് വരാൻ പാടില്ല, ഓയിൽ അധികം വരാൻ പാടില്ല. ഈ ഒരു കാര്യം ഇതിൽ വളരെ ശ്രദ്ധിച്ച് വേണം കൂട്ടുകാരി സോപ്പ് ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ സോപ്പ് എങ്ങനെ ചെയ്യുന്നതിലേക്ക് കടക്കാം. ഞാനിത് മെൽറ്റ് ചെയ്യാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലേക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇതിനായിട്ട് നമ്മൾ സ്പാറ്റിൽ ഉപയോഗിച്ചിട്ടാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ മൈക്രോവേവ് ഓവനിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് കാണിച്ചിരുന്നത്, കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കട്ടയായി പോകും. അപ്പോൾ ഏകദേശം ഒരു നമുക്ക് 50 ഡിഗ്രി ചൂടിലെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യുക, എടുക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഏകദേശം ഒരു 30 ഡിഗ്രി ചൂട് കാണിക്കുന്നത്. തൊട്ട് താഴെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നത് കൊണ്ടാണ്. 27 ഡിഗ്രി നിങ്ങൾക്ക് ദൂരെ ആയിട്ടുണ്ടാവുന്നു, 27 ഡിഗ്രി ചൂട് ആയിട്ടുള്ളൂ. ഇത് പതുക്കെ മെൽറ്റായി വരണം. അതിന് ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കറക്കിയിട്ട് വെക്കുന്നതേ ഉള്ളൂ. അതിന് വെച്ചാൽ ഇളക്കി കഴിഞ്ഞാൽ കട്ടയാകുമായിട്ടാണ്. ഇതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം എടുത്ത് റെഡിയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ തുടങ്ങാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയായിപ്പോവും. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം സ്പീഡിൽ ഇത് വേഗം കട്ടയായിപ്പോവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം റെഡിയിൽ വെച്ചിട്ട് നിങ്ങളെ ഇത് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു തരുന്നത്. ഇപ്പം മോൾഡിലേക്ക് നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നിർബന്ധമായിട്ട് ഇത് സ്പ്രേ ചെയ്തിരിക്കണം. അതാകുന്നപ്പോഴത്തേനാണ് ഇങ്ങനെയുള്ള സ്പ്രേ, അതായത് റബ്ബിങ് ആൽക്കഹോൾ ആണ്, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്നാണ് ഇതിന് പറയുന്നത്. നമ്മളത് വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് എന്തും എടുക്കുമ്പോൾ ഇതെല്ലാ സാധനങ്ങളും ഒന്ന് ഹൈജീനിക് ആകാൻ വേണ്ടി നമ്മൾ സ്പ്രേ ചെയ്തിരിക്കണം, നിർബന്ധമാണ്. അപ്പം നമ്മുടെ ഇത് റെഡിയായി വരുന്നുണ്ട്. ഇവിടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നതുകൊണ്ട് ഞാനിവിടെ ഓഫ് ചെയ്തേക്കാണ്. വെച്ചാൽ ചൂടൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പതുക്കെ ഓഫ് ചെയ്തേക്കുന്നത്. തനിയെ മെൽറ്റ് ആയിക്കോളും വേഗം.
ഇതിലേക്ക് ഞാൻ 2 ടൈപ്പിൽ ചെയ്യുന്നതുകൊണ്ട് ഷിയ ബട്ടർ കുറച്ച് കട്ടയായിട്ടിരിക്കുകയാണ്. ഞാനത് ഇതിലേക്ക് വളരെ കുറച്ചായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ടയായിട്ടിരിക്കുന്നതുകൊണ്ടൊന്ന് ഉരുകാൻ വേണ്ടിയിട്ടാണേ. നാൽപ്പത്തേഴ് ഡിഗ്രി ചൂടായപ്പോഴത്തേനെ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും 47 ഡിഗ്രി ചൂടായപ്പോൾ തന്നെ ഇത് വളരെ പെട്ടെന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഷിയ ബട്ടർ ഒന്ന് അലിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ഞാൻ വെള്ളം ഓഫ് ചെയ്തേക്കാണ്. ചൂട് അധികം പോകാതിരിക്കാനായിട്ട് ബോയിലിങ്ങിൻ്റെ ഒന്ന് കുറച്ചേക്കാണ് ഞാൻ. 50 ഡിഗ്രിയിലേക്ക് 51 ഡിഗ്രിയിലേക്ക് ഇത് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാനിത് വാങ്ങി വെക്കുകയാണ്. ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് നമ്മൾ ഈ വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ 50 ഡിഗ്രിയിലൊന്നും നമുക്ക് റെഡിയായി വരില്ല. അപ്പം ഞാൻ ഈ കുങ്കുമപ്പൂവിൻ്റെ ഓയിൽ ഇതിലേക്കൊന്ന് ചേർക്കുകയാണ്. കുറച്ച് മതിയാവും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷിയ ബട്ടർ ഇതിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാനൊരു 10 ഡ്രോപ്പാണ് ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. വളരെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കോഫിയുടെ ഫ്രാഗ്രൻസ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒരു 5 ml ഒക്കെ മതിയാവും. ഞാനിതിപ്പോൾ എപ്പോഴും എടുക്കുന്നതുകൊണ്ടൊരു വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ അളന്ന് തന്നെ അത് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഫ്രാഗ്രൻസ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ വൈറ്റമിൻ ഇ ഓയിൽ രണ്ട് ടൈപ്പായിട്ട് തന്നെയാണ് എല്ലാത്തിലും ഇത് ചേർക്കണം. അല്ലാതെ ഒന്നിൽ ചേർത്ത് ഒന്ന് ചേർത്തില്ല എന്ന് വരരുത്. 5 ഡ്രോപ്പ് മതിയാവും. വളരെ കുറച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ചെയ്തിട്ട് ഇനി വേഗം മോൾഡിലേക്ക് ഞാൻ ഒഴിക്കുകയാണിത്. രണ്ട് കളർ സോപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഗോട്ട് മിൽക്ക് ബേസ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അധികം ഇളക്കുന്നില്ല. ഇങ്ങനെ മിക്സ് ചെയ്ത് പെട്ടെന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് വേഗം കട്ടയായി പോകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചരിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ഈ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന സോപ്പിൽ വീട്ടമ്മമാരായാലും കൂട്ടുകാരാരായാലും ഇത് ഉണ്ടാക്കുമ്പോൾ ഇത് മെയിനായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണ് മെയിനായിട്ട് അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് നമ്മൾ ബോയിൽ ചെയ്തെടുക്കുന്നത് ഒരു 60 ഡിഗ്രി ചൂടിന് മേലേക്ക് പോകാതെ എടുത്തു കഴിഞ്ഞാൽ സോപ്പ് ക്വാളിറ്റി ഉണ്ടാവും. അല്ലാതെ ഒരു 100 ഡിഗ്രി ചൂടൊക്കെ പോയി 100-120 ഡിഗ്രി ചൂടൊക്കെ പോയിട്ട് വന്നാൽ ഇത് ഹോട്ട് പ്രോസസ് സോപ്പാണ്. അങ്ങനെ ചൂട് കൂടി പോയി കഴിഞ്ഞാൽ ആ സോപ്പ് പ്രത്യേകിച്ച് എന്താ ചെയ്യുക, പെട്ടെന്ന് അലിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ വളരെ ചെറുതായിട്ട് മെൽറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. പിന്നെ രണ്ടാമത് കോഫി പൗഡർ ഇതിനകത്തേക്ക് ഇടാനുള്ള കാരണം നമ്മൾ ഇത് മെൽറ്റ് ചെയ്തിട്ട് ഈ കോഫി പൗഡർ ഇതിനകത്തേക്ക് കണ്ടമാനം ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര പത വരും. ആ പത വരുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് ഇളക്കുമ്പോൾ അത് കോഫി അതിനകത്തേക്ക് വെന്തിറങ്ങാൻ വേണ്ടി അതൊന്ന് ഇതിനകത്തേക്ക് ഒന്ന് അതിൻ്റെ എസൻസ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, മിക്സ് ആവുന്നുണ്ട്. ഭയങ്കരമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടയായി പോകും. വളരെ സ്ലോയിൽ ഇളക്കിയാൽ മതി. ഇത് നമുക്ക് സ്വന്തമായിട്ട് ഒരു സോപ്പൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ.
നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൾഡ് പ്രോസസ്സാണ്, ഇത് ഹോട്ട് പ്രോസസ്സാണ്. രണ്ടിനും രണ്ട് ഡിഫറൻറ്റ് ഉണ്ട്. ഹോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ വെന്തെടുക്കുന്നതായതുകൊണ്ടാണ് ഹോട്ട് പ്രോസസ്സ് തന്നെ. റെഡിയിൽ നമുക്ക് ബേസ് വാങ്ങിക്കാൻ കിട്ടും. കോൾഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ കാസ്റ്റിക് സോഡയും ഓയിലും കൂടെ മാത്രം ചേർത്തിട്ടാണ് അത് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രിസർവേറ്റീവോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. വെജിറ്റബിൾ ജ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബാക്ടീരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് അല്ല ഫംഗൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് കോസ്മെറ്റിക്സ് ലെവലിൽ നമ്മൾ ഒരു കാരണവശാലും ഇതിനകത്തേക്ക് വാട്ടർ കണ്ടന്റ് വെള്ളമായിട്ടുള്ളതും ചേർക്കുന്നില്ല. പിന്നെ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ ബേസ് വരുന്നുണ്ട്. അത് ഗ്ലിസറിൻ ബേസ്ഡ് ആണ് എക്സ്ട്രാക്റ്റ് വരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഈ ചൂട് കൂടിപ്പോയിരിക്കാനായിട്ട് ഞാൻ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആവണം ഇനി. ഇപ്പൊ ഏകദേശം 60-ലേക്കൊക്കെ ചൂട് വന്നിട്ടുണ്ട്. അത് താഴെയുള്ള ഈ വെള്ളത്തിന്റെ ചൂടും കൂടെ കൊണ്ടാണ് അത്രയും തോന്നുന്നത്. അതുകൊണ്ടാണ് ഓഫ് ചെയ്തത്. ഇനി അതിന്റെ ചൂട് മെന്നേക്ക് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയ പീസ് ഒരു വലുതാക്കി നമ്മൾ ഇതിനകത്തേക്ക് ഇടണം. ഒറ്റൊരു പീസ് മാത്രം. എന്താണെന്ന് വെച്ചാൽ ചൂട് കൺട്രോൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം ഒരു ഈവൺ ആയിട്ട് തന്നെ പെട്ടെന്ന് മെൽറ്റ് ആയി പോയി കഴിഞ്ഞാൽ അതിന്റെ ചൂട് കൺട്രോൾ ആവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഞാനൊരു ചെറിയ പീസ് എക്സ്ട്രാ ഇതിനകത്ത് വലുതാക്കി ഇടും. വലുതാക്കി ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂട് കൺട്രോൾ ആവാൻ വേണ്ടിയിട്ടാണ്. കൂട്ടുകാർ സോപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ബേസൊക്കെ വാങ്ങിച്ചിട്ട് തനിയെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് ചേർക്കാൻ പറ്റും. പിന്നെ വാങ്ങി വെച്ചതിന്റെ ശേഷം മാത്രമേ നമ്മൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പാടുള്ളൂ. കാരണം ഇപ്പൊ നമ്മൾ ഫ്രാഗ്രൻസ് ആദ്യം ഒഴിച്ചെന്ന് വിചാരിക്കുക ചൂടോടെ, അത് എബാബറേറ്റ് ആയിപ്പോ. അതുകൊണ്ടാണ് വൈറ്റമിൻ ഇ ഓയിലാണ് ഞാൻ അതിനകത്തേക്ക് ചേർത്തേക്കുന്നത്. കുങ്കുമപ്പൂവിന്റെ ഓയിൽ ചേർക്കുന്നുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞ പോലെ രാമച്ചം, അത് ഒരു 2 തവണയായിട്ട് ഞാൻ ഇതിങ്ങനെ ഇത് ഫുള്ളായിട്ട് എടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചേറെ ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട്. ഇത് ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്ലെൻഡർ ഇവിടെ ഉണ്ട്. ഈ ബ്ലെൻഡറിന് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ സോപ്പ് കാണാൻ നല്ല ഫിനിഷിങ് ആകും. ഞാനിപ്പോൾ വളരെ കുറച്ചായതുകൊണ്ടാണ് ആ ബ്ലെൻഡറിന് ഞാൻ ചെയ്ത് കാണിക്കാത്തത് കേട്ടോ. ഇങ്ങനെ ഞാൻ അരിച്ചൊഴിക്കുകയാണ്. അതായത് ഇതിനകത്ത് എന്തെങ്കിലും നമ്മൾ അറിയേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതിനകത്തേക്ക് പോകരുത്. കാരണം നമ്മളൊരു കസ്റ്റമർക്ക് സോപ്പ് കൊടുക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് ഇരിക്കണം. അതിനകത്ത് മറ്റൊന്നും വരാൻ പാടില്ല. കാരണം ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് അരിച്ചൊഴിക്കുന്നത്. ഫ്രാഗ്രൻസ് ഒഴിക്കുന്നുണ്ട്. ഒരു 5 ml ഒക്കെ ഒഴിച്ചാൽ മതിയോ? ഞാനൊരു 250 അളവിലാണ് ഞാൻ ഇപ്പോൾ സോപ്പ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ സ്പാറ്റില കൊണ്ട് ഇളക്കുന്നത് ബ്ലെൻഡർ കൊണ്ട് നന്നായിട്ട് ഇളക്കേണ്ടതാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ സ്പാറ്റില ഉപയോഗിച്ച് ഞാൻ മിക്സ് ചെയ്യുന്നുള്ളൂ. ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഞാൻ ഈ വൈറ്റമിൻ ഇ ഓയില് അതുപോലെ തന്നെ ഇത്തിരി ഗ്ലിസറിൻ ലാസ്റ്റായിട്ട് ഗ്ലിസറിന് ചേർക്കുന്നുണ്ട്. അത് ആദ്യം നമ്മളിത് വാങ്ങി വെച്ചപ്പോഴേ ഗ്ലിസറിൻ ഒഴിക്കണ്ടായിരുന്നു. ഞാൻ അത് വിട്ടുപോയതാണ്. ഗ്ലിസറിനും ചേർക്കുന്നുണ്ട്. ഗ്ലിസറിൻ ഇതിനകത്തേക്ക് ചേർക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സോപ്പിന് ഒരു പത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലിസറിൻ ചേർക്കുന്നത്. ഈ വീഡിയോ നമ്മൾ ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധ മാറിപ്പോവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്സിലേക്ക് ആകുമ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുക. അപ്പം ഞാൻ ഇത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് ഒഴിക്കണം നമ്മൾ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടയായിപ്പോ. ഒരു സ്ക്രബ് ടൈപ്പ് സോപ്പാണ്, അത് വേഗം കട്ടയാകും. ഞാൻ ഷിയ ബട്ടർ ഇത്തിരി നന്നായിട്ട് ചേർത്തേക്കുന്നതുകൊണ്ടാണ് ഇത് കട്ടയാവാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് എപ്പോഴേ കട്ടയായി പോകുന്ന. വളരെ ശ്രദ്ധിച്ച് നമ്മളത് മോൾഡിലേക്ക് പെട്ടെന്ന് തന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാർ കുറച്ച് ശ്രദ്ധിച്ച് വളരെ വേഗത്തിൽ ഇത് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ആ ഒരു ടൈം എടുക്കുന്നതാ, അല്ലെങ്കിൽ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും.
എനിക്ക് അധികം പത വന്നിട്ടില്ലെങ്കിൽ നമ്മൾ സോപ്പ് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നല്ല പത വരും. ആ പത വരുന്നത് നമ്മൾ ഈ ഇളക്കൽ സ്പൂണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ സ്പാറ്റില കൊണ്ടോ നമ്മൾ ഇളക്കുന്ന സ്പീഡ് കൂടുന്നതനുസരിച്ച് അത്രയും പത വരും. ആ ബബിളിങ് ഇല്ലാതിരിക്കാൻ വളരെ പതുക്കെ ഞാനത് ചെയ്ത് കാണിച്ചത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് സോപ്പ് ലാസ്റ്റ് വരുമ്പോൾ ആ ഒരു ഭംഗി പോവും. പിന്നെ ഇതിന് റബ്ബിങ് ആൽക്കഹോൾ ആണ് നമ്മൾ ഈ ബബിളിങ് മാറാനായിട്ട് റബ്ബിങ് ആൽക്കഹോൾ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുക. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഉള്ളത് അങ്ങ് തീർത്തൊഴിച്ചെന്നേ ഉള്ളത് ഇത്രയും. അപ്പം കറക്റ്റായിട്ട് നമ്മുടെ ആ മുകളിലേക്ക് സോപ്പിന്റെ ആ ഒരു ബേസ് തീർന്നിട്ടുണ്ട്. അപ്പം ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഈ റബ്ബിങ് ആൽക്കഹോൾ ആവശ്യമെങ്കിൽ ഇതിന്റെ ആവശ്യം വരുന്നില്ല, കാരണം അത് വളരെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഞാനധികം അതിന് പത വരാത്ത പോലെയാണ്, എങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കുന്ന അറിയാത്ത കൂട്ടുകാർക്ക് ഇത് ലാസ്റ്റാണ് റബ്ബിങ് ആൽക്കഹോൾ നമ്മൾ ചെയ്യുന്നത്. ഇതിന് സെറ്റ് ആയതിന്റെ ശേഷം ഞാൻ കാണിക്കാം. നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കോഫി സോപ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് മോൾഡിൽ നിന്ന് അൺമോൾഡ് ചെയ്ത് നോക്കാം. പേര് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. ഒന്നൊന്നായിട്ട് ഞാൻ അൺമോൾഡ് ചെയ്യുകയാണ്. നമ്മള് ആ വീഡിയോയിൽ ഞാൻ അത് ഇളക്കുന്നതൊക്കെ കാണിച്ചു തന്നിരുന്നു. കണ്ടോ, സോപ്പ് ഭയങ്കര ഫിനിഷിങ്, രണ്ട് സൈഡും ഒരേ നല്ല ഫിനിഷിങ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. സാധാരണ ഈ ഭാഗത്ത് നല്ല പത വന്നിട്ട് ഇങ്ങനെ വല്ലാണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ടോ, ഭയങ്കര നല്ല ക്ലാരിറ്റിയിൽ ഇത് സോപ്പ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറിന് മേളിലായി. അതുകൊണ്ടാണ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് അൺമോൾഡ് ചെയ്യാൻ പറ്റുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ സിലിക്കോൺ മോൾഡിൽ നിന്ന് അൺമോൾഡ് ചെയ്യാവുന്നതാണ്. നല്ല കോഫിയുടെ മണമാണ്, കോഫിയുടെ ഫ്രാഗ്രൻസ് ആണ് ഒഴിച്ചേക്കുന്നത്, കോഫി പൗഡർ ആണ് ചേർത്തേക്കുന്നത്. അത് നല്ല സ്മെല്ലാണ്. ഈ സോപ്പ് നോക്കിയേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വൈറ്റ് കണ്ട് ബാക്ക് സൈഡ് ഒക്കെ നോക്കൂ, വളരെ ഫിനിഷിംഗ് ആയിട്ട്. ഇത്രയും നാൾ ഞാൻ ചെയ്തതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ക്ലാരിറ്റിയിൽ എനിക്ക് കിട്ടിയ ഒരു സോപ്പാണിത്. 2 കളറിൽ ഞാൻ കോഫിയും ഇങ്ങനെ ചെയ്ത് വെക്കുന്ന കോഫിയുടെ കളർ തന്നെ രണ്ടും ചെയ്തേക്കുന്ന ഒരു 2 ലെയറിൽ ഞാൻ ഫ്രാഗ്രൻസ് ഒക്കെ ചേർത്ത് സെറ്റാക്കി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കോഫി സോപ്പ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഇന്ന് ഇത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സാധാരണ വീട്ടമ്മമാര് ഒരു സോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം. ബിസിനസ്സിലേക്കാണെങ്കിൽ നമ്മൾ ലാബ് ടെസ്റ്റ് എടുക്കേണ്ടി വരും. അത് നമുക്ക് ഇവിടെ, ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. നമുക്ക് ലാബ് ടെസ്റ്റ് എടുക്കണമെങ്കിൽ ഇന്റർഫീൽഡ് ലാബിലാണ് കുറച്ചുകൂടെ നല്ലത്. ഇന്ത്യയിൽ എവിടെയും നമുക്ക് ബിസിനസ് ചെയ്യാം. ഇന്റർഫീൽഡ് ലാബിൽ ഇത് മെൽറ്റ് ആൻഡ് ബോർ സോപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒരു 40 തുടങ്ങി 60 വരെ TFM ഇതിൽ കിട്ടുള്ളൂ. കോൾഡ് പ്രോസസ് സോപ്പ് പോലെ 75 80 ഒന്നും കിട്ടൂല. അപ്പൊ അത് നമുക്ക് ടെസ്റ്റ് പാസ്സാകണമെങ്കിൽ 40 TFM കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സോപ്പ് ടെസ്റ്റ് പാസ്സായി കിട്ടുന്നതാണ്. ഒരു 1 ഇയർ മുന്നേ 2500 രൂപയായിരുന്നു അതിന്റെ ഫീസ് പറഞ്ഞിരുന്നത്. ഞാനിവിടെ നമ്മുടെ ഹെയർ ഓയില്, ബേബി ഓയില്, പിഗ്മെന്റ് ഓയില്, ഗ്ലൂട്ടാത്തിയോണ്ട് പ്രൊഡക്റ്റുകൾ ഞാൻ ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ സോപ്പിലേക്ക് കടന്നത്. എനിക്ക് വളരെ ഇഷ്ടം സോപ്പാണ്. ഒരു പാഷൻ ആയതുകൊണ്ടാണ് സോപ്പിന്റെ വീഡിയോകൾ ഇപ്പൊ കുറച്ചായിട്ട് വന്നേക്കുന്നത്. ഇനി അത് ചേഞ്ച് ആകും. ഏകദേശം ഒരു 100ഓളം പ്രൊഡക്റ്റ് ഞാൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ചെന്നൈയിലുള്ള ക്രീപീസി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ഇത് പഠിച്ചത്. കൂട്ടുകാർ വിചാരിക്കരുത് ഇത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പഠിച്ചിട്ടാണോ സോപ്പ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കരുത്. ഞാൻ ചെന്നൈയില് ക്രീപീസി ഇൻസ്റ്റിറ്റ്യൂട്ടില് കോസ്മെറ്റിക്സിന്റെ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്. അതിന്റെ ശേഷമാണ് ഞാൻ ഇപ്പൊ ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഞാൻ ഇതുവരെയും ചെയ്യുകയായിരുന്നു. ഓരോന്നും നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത് ഈ സോപ്പൊക്കെ 1 ദിവസം 2 ദിവസം ഉണ്ടാവില്ല, ചെയ്ത് ഫിനിഷ് ആയി വരണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഈ സോപ്പിന്റെ ബാക്ക് സൈഡിൽ കുറച്ച് ബബിളിംഗ് ആയിട്ട് അങ്ങനെ ഒരു ഷെയ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ സോപ്പിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടത്.
അപ്പൊ ഇതുപോലെ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് ഇപ്പൊ ഏത് സൈഡ് നോക്കിയാലും നമ്മൾ ഇത് കോൾഡ് പ്രോസസ് സോപ്പിന്റെ അതേ ലുക്കിൽ എനിക്കിത് ചെയ്തെടുക്കാൻ സാധിച്ചു. അപ്പൊ നമ്മൾ സോപ്പ് ഓരോ തവണയും ചെയ്യുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അതിന്റെ ക്ലാരിറ്റി, അതിന്റെ ഭംഗി, അത് സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഉള്ളത്, അപ്പൊ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ വാഷ് ചെയ്യുമ്പോൾ എത്ര പത വരുന്നുണ്ട്, അതെല്ലാം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ചെയ്ത് പഠിക്കണം. കാരണം റെസിപ്പി ഒരാൾ പറയുന്ന റെസിപ്പി അനുകരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും അതേ റെസിപ്പി തുടരരുത്. നിങ്ങൾ സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചാൽ നിങ്ങൾ അതിനകത്ത് ചില ചില മാറ്റങ്ങൾ വരുത്തി നോക്കണം. ബേസ് മേടിച്ചു കഴിഞ്ഞാൽ ഇത് സാധനങ്ങൾ കിട്ടുന്നത് ഓൺലൈനിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. സോപ്പിനോട് അനുബന്ധിച്ചുള്ള എല്ലാ സാധനങ്ങളും, അതായത് കളറുണ്ട്, ബേസ് ഉണ്ട്, ഫ്രാഗ്രൻസ് ഉണ്ട്, എക്സ്ട്രാക്ട് ഉണ്ട്, അങ്ങനെ നിരവധി സാധനങ്ങൾ. പിന്നെ അതിന്റെ സിലിക്കോൺ മോൾഡുകൾ കിട്ടാനുണ്ട്, ബ്ലെൻഡർ വാങ്ങിക്കണം, ഇതുപോലെ ഗണ്ണ് വാങ്ങിക്കണം. ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് കാരണം ഇപ്പൊ സോപ്പിന്റെ ബേസ് മേടിക്കുന്ന കടയിലെ എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് ഉണ്ടാവും. അതിൽ ഈ ഗണ്ണ് മാത്രം ഉണ്ടാവില്ല. ഞാൻ ഇത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 1500-1000 രൂപയ്ക്കൊക്കെ ഉള്ളിൽ ഈ ഒരു ഗണ്ണ് വാങ്ങിക്കേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ ചൈനയുടെ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും. ഞാനൊരു ഒരു 1-2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇത് ചൈനയുടെ ആയിരുന്നു, നമ്മുടെ ഡിജിറ്റൽ സ്കെയിൽ. ഈ സാധനം ഒറ്റ പ്രാവശ്യം പോലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് 1 ഗ്രാം തുടങ്ങി നമുക്ക് മെഷർമെന്റ് എടുക്കുന്നതാണ്. പക്ഷെ ഇത് ഒരു പ്രാവശ്യം തന്നെ കറണ്ടയിൽ കണക്ട് ചെയ്തപ്പോഴേ തന്നെ ഇത് അടിച്ചുപോയി. ഇതെനിക്ക് ഇങ്ങനെ ബാറ്ററി ഉള്ളതുകൊണ്ട് ഓൺ ആയി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഇതുകൊണ്ട് എനിക്ക് യൂസ് ഇല്ല. അതുകൊണ്ട് ചൈനയുടെ പ്രൊഡക്റ്റുകളൊന്നും ആരും പോയി വാങ്ങിക്കരുത്. ഓൺലൈനിൽ നിന്ന് ഇങ്ങനെയുള്ള, അതായത് അങ്ങനെയുള്ള സ്കെയിലുകളോ കാര്യങ്ങളോ ചൈനയുടെ ഒരു സാധനങ്ങളും വാങ്ങിക്കരുത്, നിങ്ങളുടെ പൈസ വെറുതെ പോകും. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഇത് റബ്ബിംഗ് ആൽക്കഹോൾ ആണ്. ഈ സാധനം എല്ലാം തുടക്കം മുതൽ എല്ലാ സാധനങ്ങളും സ്പ്രേ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കെ വേണം സോപ്പ് ഉണ്ടാക്കാൻ. ഞാൻ സാധാരണ വീട്ടമ്മമാർക്ക് സോപ്പ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ച് വേണം നമ്മൾ തുടക്കം മുതൽ എല്ലാം പഠിക്കണം. അല്ലാതെ ഇപ്പൊ ഗ്ലൗസ് ഇല്ലാണ്ട് വേണം ചെയ്ത് എനിക്ക് കാണിക്കാം, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ബേസ് ഏത് ഷോപ്പിൽ നിന്നും കിട്ടൂല, കെമിക്കൽ ഷോപ്പിൽ പോയാലാണ് നമുക്ക് കിട്ടുന്നത്. കെമിക്കൽ ഷോപ്പ് എന്ന് കേട്ടിട്ട് അത് പ്രിസർവേറ്റീവ് ആണോ എന്ന് വിചാരിക്കരുത്. അത് നമ്മൾ ഇതിനകത്തേക്ക്, അതായത് ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്താൽ മാത്രമാണ് പ്രിസർവേറ്റീവ് ചേർക്കേണ്ടി വരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ആപ്പിളിന്റെ ഒരു ജ്യൂസ് അടിച്ചു വെച്ചു, നിങ്ങൾ പുറത്ത് മാറ്റി വെക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അതിന്റെ കളർ മാറി, അതിന്റെ സ്മെല്ല് മാറി, അങ്ങനെ ഡിഫറെന്റ് ആവുന്ന പോലെ തന്നെയാണ് നമ്മൾ സോപ്പിലേക്ക് ചേർത്താൽ. സോപ്പിലേക്ക് അരച്ച് കലക്കി ജ്യൂസ് ഒഴിച്ചാൽ നല്ലതാണെന്ന് വിചാരിച്ച് ആരും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു അങ്ങനെ ജ്യൂസുകൾ ഒഴിക്കരുത്. ജ്യൂസുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് പ്രിസർവേറ്റീവ്, ബെൻസോയേറ്റ് പോലുള്ള പ്രിസർവേറ്റീവ് ചേർത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, ജ്യൂസ് നമ്മുടെ സോപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ കുറച്ച് പച്ചിലകൾ അല്ലെങ്കിൽ ആര്യവേപ്പ് ആയിക്കോട്ടെ, മറ്റെന്തും ലീഫുകൾ അല്ലെങ്കിൽ മഞ്ഞൾ ആയിക്കോട്ടെ, എന്തും. ആര്യവേപ്പ് ആണെങ്കിൽ സ്കിന്നിന് നല്ലതല്ലേന്ന് ഓർത്ത് നമ്മൾ അരച്ചൊഴിക്കുന്നുണ്ട്, അല്ലെ മഞ്ഞൾ നല്ലതാണ്, ഒക്കെ നല്ലതാണ്. പക്ഷെ അതിനകത്തേക്ക് പ്രിസർവേറ്റീവ് എക്സ്ട്രാ ചേർത്തിട്ട് മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മുടെ സോപ്പിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ ഇന്നത്തെ സോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാരും എന്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.